കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ, കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറ്റലിയിലെ വത്തിക്കാൻ സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ്, SNDPയുടെയോ മറ്റു നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം, ഈ ഒരു യോഗം നടക്കുന്നത്. മാർപ്പാപ്പയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും ക്ഷണമുണ്ട്. ഈ ഒരു ക്ഷണത്തിലേക്ക് ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വലിയ ക്ഷണമൊന്നുമില്ല, തന്നെയുമല്ല ആ വ്യക്തി അവിടെ അത്ര വലിയ അവിടെ അദ്ദേഹം വരാൻ പാടില്ലാത്തതാണ്. വ്യക്തതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരിക്കലും പോകാൻ പാടില്ലാത്തതാണ്. അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം പോയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പാണക്കാട് സാദിഖലി തങ്ങൾ. അദ്ദേഹം മാർപ്പാപ്പയുമായി നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. എന്നാൽ എനിക്ക് റോമിൽ നിന്നും കുറച്ച് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊരു കർദിനാള് അവിടെ വായിൽ നിന്ന് വീണതാണ്, പുറത്തേക്ക് വന്നതല്ല. ടർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളി, ഇത് എർഡോഗൻ പിടിച്ചെടുത്ത സമയത്ത് ഈ ചന്ദ്രിക ദിനപത്രത്തിൽ സാദിഖലി തങ്ങൾ എഴുതിയിരുന്നു അത് നല്ലതായിരുന്നു. അന്ന് ഇന്ന് ഷെയ്ക്കൻഡ് കൊടുത്ത മാർപ്പാപ്പ പറഞ്ഞിരുന്നു, എർഡോഗൻ നിങ്ങൾ ചെയ്യുന്നത് ന്യായമല്ല, അത് നിങ്ങളുടെ പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്, നിങ്ങളത് പിടിച്ചെടുക്കുന്നതിൽ യാതൊരുവിധ ന്യായവുമില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ലോകം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാർത്തകൾ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ ഇദ്ദേഹം റോമിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു കളി കളിക്കുമ്പോൾ, ഇങ്ങനെ ഒരു സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിന്റെ കളി കളിക്കുമ്പോൾ അവിടെയുള്ള ക്രിസ്തീയ സഹോദരങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇദ്ദേഹം നമുക്കിട്ട് പണിയുന്നവനാണെന്നുള്ളത് വ്യക്തമായിട്ടും അറിയാവുന്ന വ്യക്തികളാണ്. തന്നെയല്ല, റോമിലൊക്കെ വളരെയധികം മലയാളി വൈദികരുണ്ട്. ഇവരൊക്കെ 11-15 കൊല്ലം തിയോളജി ഒക്കെ പഠിച്ചവരാണ്. അവർക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും പത്രങ്ങളും ആരൊക്കെ എന്തൊക്കെ എഴുതുന്നതാണ്, സാദിഖലി തങ്ങൾ ചന്ദ്രികയിൽ എന്ത് എഴുതുന്നത് പോലും അറിയാവുന്ന വൈദികർ ഈ റോമിലുണ്ട്, മലയാളി വൈദികര്. ഇത് കർദിനാൾമാർ അറിയാവുന്നവരുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാദിഖലി തങ്ങള് റോമിൽ പോയത് എന്ന് വിവരിക്കണം. കാരണം താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ക്രിസ്ത്യാനിക്ക് ഒരു കാഫിറായിട്ട് താങ്കൾ കാണുന്നത്. താങ്കൾ അതല്ലെങ്കിൽ ഹാഗിയ സോഫിയ മുസ്ലിമുകൾക്ക് യാതൊരു പങ്കില്ലാത്ത മുസ്ലിമുകൾ പിടിച്ചിടുന്നതിനെ പറ്റി താങ്കൾ അന്ന് എഴുതില്ലായിരുന്നു. എഴുതിയതൊക്കെ താങ്കളുടെ അഭിപ്രായം, ജനാധിപത്യ രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് താങ്കൾക്ക് എഴുതാനുള്ള അവകാശമുണ്ട്, അത് നന്നായിന്ന്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വിമർശിച്ച മാർപ്പാപ്പയെ കാണാൻ താങ്കൾ പോയത് റോമില്? അതുമല്ലെങ്കിൽ താങ്കൾക്ക് അങ്ങനെ മതേതരത്വം സാഹോദര്യത്തിൽ താങ്കൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാൻ പറ്റുമോ സൗദി അറേബ്യയിലെ ഒരു ഹിന്ദു ക്ഷേത്രവും ഒരു ക്രിസ്ത്യൻ പള്ളിയും വേണമെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അതുമല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന നിലപാടുകളും താങ്കൾ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഒന്നും തന്നെ ചേർന്ന് യോജിച്ചു പോകാത്ത സ്ഥിതിയാണുള്ളത്. അപ്പൊ താങ്കളുടെ ഒരു ഡബിൾ പേഴ്സണാലിറ്റി, താങ്കൾ പുറമേക്ക് കാണിക്കുന്നത് ഒന്ന്, എന്നാൽ അത് അറിയാതെ ചന്ദ്രികയിൽ താങ്കൾ എഴുതിപ്പോയി അത് നന്നായിന്ന്. അത് എന്നും ഒരു ബ്ലാക്ക് മാർക്കായിട്ട് താങ്കളുടെ മേലെ ഉണ്ടാകും. ഒരിക്കലും ക്രിസ്ത്യാനികൾ അത് മറക്കില്ല, അവരുടെ ഉള്ളിൽ വരും. അപ്പൊ താങ്കൾ റോമിൽ പോയതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് താങ്കൾ ഒന്ന് വിവരിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തന്നെയല്ല, ഇന്ന് കേരളത്തിൽ തന്നെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താങ്കൾ ഇടപെടുമ്പോഴൊക്കെ വളരെ സംശയത്തോടെ കൂടെയാണ് ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരും അതുമല്ലെങ്കിൽ ഹൈന്ദവ ആചാര്യന്മാരും കണക്കാക്കുന്നത്. താങ്കൾ വ്യക്തമായിട്ടും ചില കാര്യങ്ങള് കേരള പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത്രയും ഗൗരവമായ കാര്യമാണ് താങ്കൾ എഴുതിയതും ചെയ്യുന്നതും പ്രവൃത്തികളും. ഇപ്പം അടുത്ത് തന്നെ താങ്കൾ ചെയ്ത കുറച്ച് ഇടപാടുകളും ഞാനത് വീണ്ടും വീണ്ടും പറയുന്നില്ല, വളരെ സംശയാസ്പദവും. താങ്കൾ വെറും ഒരു രണ്ട് തലത്തിൽ കിടന്ന് കളിക്കുന്ന ഒരു വ്യക്തിത്വം മാത്രമാണ്. താങ്കൾ റോമിൽ പോകരുതായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോകാനുള്ള യാതൊരു അവകാശവും താങ്കൾക്കില്ല. കാരണം അവിടെയുള്ളവർക്ക് അറിയാം താങ്കൾ ചെല്ലുന്നതും താങ്കളുടെ പ്രവൃത്തികളും താങ്കൾ ആരാണെന്നും. വെറുതെ ചിരിച്ചു കളിക്കാൻ ഷോ ഓഫ് കാണിക്കുന്ന കാലഘട്ടം മാറിപ്പോയി മിസ്റ്റർ സാദിഖലി തങ്ങൾ. സോറി.